പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് എവിടെ നിന്റെ ഭഗവാൻ എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപാടെ കോപിഷ്ഠനായ ഹിരണ്യകശിപു അടുത്ത് കണ്ട ഒരു തൂണിനെ തന്റെ ഗദ കൊണ്ട് അടിച്ചു തകർത്തു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി മഹാവിഷ്ണു ഭഗവാൻ പുറത്തു ചാടി. വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം. സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലും ഉണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തന്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറ് കീറി പിളർത്തിക്കൊച്ചു. കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അങ്ങനെ വരത്തിന്റെ മറ്റ് നിബന്ധനകളെല്ലാം തന്നെ പാലിക്കപ്പെട്ടു.